അങ്കമാലിയിലെ കോളേജ് വിദ്യാർത്ഥിനി ജസ്ലിയയുടെ മരണം കേരളത്തെ ദുഃഖത്തിലാഴ്ത്തി. 19 വയസ്സുള്ള കുട്ടി ആ CCTV ദൃശ്യത്തിൽ വണ്ടി ഇടിച്ച് ഏകദേശം 100 മീറ്ററോളം വളരെ സ്പീഡിൽ റോഡിൽ കൂടെ തെന്നി ഓടുന്നത് നമ്മൾ കണ്ടു. ആ കുട്ടി മരണമടഞ്ഞു. ആ 19 വയസ്സുകാരിയുടെ ശരീരാവയവങ്ങൾ 3-4 പേർക്ക് പങ്കുവെച്ചു. മരണത്തിന് ശേഷം അവർക്ക് ജീവൻ നൽകിയ ആ കുട്ടി തൻ്റെ മരണത്തോടെ 3-4 ആൾക്കാർക്ക് ജീവൻ നൽകാനായിട്ട് ആ കുട്ടിയുടെ ശരീരം അനുവദിച്ചു, മാതാപിതാക്കൾ അനുവദിച്ചു. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. 19 വയസ്സുള്ള പെൺകൊച്ച് അപകടത്തിലെ കാരണക്കാരനായ കോട്ടയം മെഡിക്കൽ കോളേജിലെ MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്യുന്ന ഡോക്ടർ സിറിയക് ജോർജ് എന്ന വ്യക്തി ഇടിച്ചിട്ടിട്ട് അവിടുന്ന് കടന്നു കളഞ്ഞു. ഈ വാഹനം ഇടിച്ചിട്ട് കടന്നു കളഞ്ഞത് ആരാണെന്ന് പോലീസിന് കണ്ടെത്താൻ 3-4 ദിവസം സമയമെടുത്തു. ഇപ്പോൾ ആളെ മനസ്സിലായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസിയിൽ നിൽക്കുന്ന ഡോക്ടർ സിറിയക് ജോർജ് എന്ന വ്യക്തിയാണ്. പ്രാഥമികമായ ഒരു ഡോക്ടറെ കർമ്മ എന്താണ്? തനിക്ക് മുമ്പിൽ വരുന്ന, താൻ കാണുന്ന റോഡിലായാലും ശരി, ഹോസ്പിറ്റലായാലും ശരി, വീട്ടിലായാലും ശരി, നാട്ടുംപ്രദേശത്തായാലും ശരി, ഒരാൾക്കൊരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഡോക്ടറെ കർമ്മ മറന്നുപോയി. പ്രാഥമിക കടമ അതാണ്. അത് തൻ്റെ വണ്ടി ഇടിച്ചാലും വേറെ ആരുടെ വണ്ടി ഇടിച്ചാലും ഇമ്മീഡിയറ്റായിട്ട് അവിടെ ഒരു മെഡിക്കൽ അറ്റൻഷൻ കിട്ടുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു ഡോക്ടർ ഈ വാഹനം ഓടിച്ചൊരു കുട്ടിയെ തട്ടിയപ്പം അവിടെ വണ്ടി നിർത്തി ആ കൊച്ചിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗം നോക്കുന്നതിന് പകരം ആ കള്ളൻ അവിടുന്ന് വണ്ടിയിൽ സ്ഥലം വിട്ടു എന്നുള്ളതാണ്. ആരാണ് ഈ വണ്ടി ഇടിച്ച് കുട്ടിയെ കൊന്നതെന്ന് അറിയാതെ പോലീസ് വിഷമിച്ച് അത് ട്രാക്ക് ചെയ്ത് ഇയാളെ കണ്ടെത്തിയപ്പോൾ അയാൾ ഒളിവിൽ പോയി. അയാളുടെ വീടും പരിസരവും എല്ലാം പോലീസ് പരിശോധിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിനടുത്താണ് അദ്ദേഹത്തിൻ്റെ താമസം. അദ്ദേഹത്തിൻ്റെ ബന്ധു ഏലപ്പാറയിലുണ്ടെന്ന് പറഞ്ഞ് പോലീസ് അവിടെയും ചെന്നു. ഏതായാലും എറണാകുളം റൂറൽ SP സുദർശൻ ആളെ ഉടൻ പിടിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. എന്തായാലും ഇന്ത്യ വിട്ടു പോയിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളും വന്നു. അതിനുള്ള സാധ്യത കുറവാണെന്ന് സുദർശൻ SP പറയുകയും ചെയ്തു. ഏതായാലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ഹൈക്കോടതിയിലെ ജാമ്യത്തിന് മൂവ് ചെയ്തായിട്ടൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. പക്ഷേ ഒരു ഡോക്ടറെ പ്രാഥമിക കടമ നിർവഹിക്കാതെ പോയ ആ ഡോക്ടർക്ക് തീർച്ചയായിട്ടും ഒരു ഡോക്ടറായിട്ട് ജീവിക്കാൻ, ഡോക്ടറായിട്ട് ജോലി ചെയ്യാൻ ആരെങ്കിലും അനർഹനാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ കടമ ആ കൊച്ചിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഉള്ള ശ്രമമായിരുന്നു. അതിന് പകരം വണ്ടി ഇടിച്ചിട്ട് തെറിപ്പിച്ചിട്ട് തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയ ആ ഡോക്ടർ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. തന്നെ ഐഡൻറ്റിഫൈ ചെയ്യില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പോലീസ് ഐഡൻറ്റിഫൈ ചെയ്തു, ആളെ മനസ്സിലാക്കി. അയാളുടെ വീടും അയാളുടെ ബന്ധുക്കളുടെ വീടും ഒക്കെ പരിശോധിച്ച് എങ്ങും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തായാലും ഇയാളെ പോലീസോടെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇയാൾ ജാമ്യത്തിന് മൂവ് ചെയ്തിട്ട് നല്ല കാര്യം. അവിടെ ഇയാൾ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ടിൻ്റെ പരിധി വരുമെങ്കിലും ഇത് തീർച്ചയായിട്ടും നമ്മൾ ഈ മോട്ടോർ വെഹിക്കിൾസിനകത്ത് ഈ സെക്ഷൻ മാറണം. ഇതുപോലെ റാഷ് ആൻഡ് നെഗ്ലിജൻ്റായിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നതിന് അതിന് മർഡർ കേസിന് സമാനമായ വകുപ്പ് തന്നെ വരണം. റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ടിനകത്ത് തീർച്ചയായിട്ടും വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരാളെ കൊല്ലുന്നത് അത് ആരായാലും ശരി, അത് ഏത് പ്രൊഫഷനുള്ള ആളായാലും ശരി, അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതിൻ്റെ വകുപ്പുകൾ മാറുന്നത് തന്നെയാണ് നല്ലത്. മർഡർ കേസിന് സമാനമായ ഒരു ശിക്ഷ അവർക്ക് ലഭിക്കണം. റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ടിൻ്റെ പുറത്താണ് കേസ് വരുന്നതെങ്കിൽ കോടതിക്ക് വരെ ഒരു ചെറിയ സോഫ്റ്റ് കോർണർ ഉള്ള പോലെ തോന്നും നമുക്ക്. ഏതായാലും അതിലേക്ക് പോകാതിരിക്കാൻ ഇങ്ങനെ മനഃപൂർവ്വം അവരുടെ ഭാഗത്തുള്ള വീഴ്ച കൊണ്ട്, അവരുടെ ഭാഗത്തുള്ള തെറ്റ് കൊണ്ടും അഹങ്കാരം കൊണ്ടും വാഹനം ഓടിച്ച ആളെ കൊല്ലുന്നവർക്ക് പ്രത്യേക ഒരു വകുപ്പുകൾ തന്നെ ഉണ്ടാകണം എന്നാണ് ഞാൻ കരുതുന്നത്.